ഹായ് ഗൈസ്, നമ്മൾ മൊഡ്യൂൾ 5 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പാർട്ട് 1 നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി കഴിഞ്ഞു. ഇനി പാർട്ട് 2 ആണ്. അത് പാർട്ട് 2 ഞാൻ 2 ലെക്ചേഴ്സായിട്ടാണ് പറയുന്നത്. പാർട്ട് 2-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോണിക്സ് ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. അതിൽ ലെക്ചർ 3 ആയിട്ട് ഞാൻ ഫോട്ടോണിക്സ് പറയും, ലെക്ചർ 4 ആയിട്ട് പിന്നെ ഫൈബർ ഒപ്റ്റിക്സ് പറയുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോണിക്സ് എന്നാണ്. ഫോട്ടോണിക്സ് എന്ന് പറയുന്നത് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രൊഡക്ഷൻ, കൺട്രോൾ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസിൻ്റെ പ്രൊഡക്ഷനെ, കൺട്രോള്, അതിൻ്റെ ഡിറ്റക്ഷന്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സ്റ്റഡി ആണ് എന്തെന്ന് പറയുന്നത് ഫോട്ടോണിക്സ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, നമ്മൾ ഇലക്ട്രോണിക്സിനകത്ത് ഇലക്ട്രോൺസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ഫോട്ടോണിക്സ് എന്ന് പറയുമ്പം ഇവിടെ ഇലക്ട്രോൺസിന് പകരമായിട്ട് നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫോട്ടോൺസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫോട്ടോണിക്സ് ഡിവൈസസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ ഹൈ സ്പീഡായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൽ ടൈമിൽ നമുക്ക് മാക്സിമം ഡിസ്റ്റൻസിലേക്ക് ഡേറ്റ വിടാൻ പറ്റുന്നുണ്ട്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ, മെഡിസിൻ ആൻഡ് മിലിറ്ററി, ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് ലൈറ്റിംഗ്, SSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പം ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് LEDസിനെ കുറിച്ചാണ്. ഈ SSL എന്ന് പറയുന്നത് ജനറേറ്റ്സ് വിസിബിൾ ലൈറ്റ് വിത്ത് റെഡ്യൂസ്ഡ് ഹീറ്റ് ജനറേഷൻ ആൻഡ് ലെസ് എനർജി ഡിസിപ്പേഷനാണ്. ഈ സോളിഡ് സ്റ്റേറ്റ് ലൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹയർ എഫിഷ്യൻസി ഉണ്ടായിരിക്കും, റിലയബിൾ ആയിരിക്കും, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് LEDs എന്ന് പറയുന്നത്. എന്താണ് LEDs? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. ഇതൊരു സെമി കണ്ടക്ടറാണ്, ഒരു PN ജംഗ്ഷൻ ഡയോഡ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി അണ്ടർ ഫോർവേഡ് ബയാസിങ്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, LED എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ഇതൊരു സെമി കണ്ടക്ടർ PN ജംഗ്ഷൻ ഡയോഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ലൈറ്റ് എനർജി. മനസ്സിലായല്ലോ? ഇറ്റ് എമിറ്റ്സ് ലൈറ്റ് ഇൻ ബോത്ത് വിസിബിൾ ആൻഡ് IR റീജിയൻ. വിസിബിൾ റീജിയനിലും IR റീജിയനിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില LEDസിൻ്റെ കളർ കാണാൻ പറ്റും, ചിലത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ കാണാൻ പറ്റാത്തത് എന്തായിരിക്കും? IR റീജിയനിലായിരിക്കും. ഇനി LEDയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോലൂമിനസെൻസ്. ഇലക്ട്രോലൂമിനസെൻസിൻ്റെ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ ബേസ് ചെയ്തിട്ടാണ് LEDs വർക്ക് ചെയ്യുന്നത്. ഫോർവേഡ് ബയാസിങ്ങിൽ ഇലക്ട്രോൺസ് ഫ്രം N റീജിയൻ മൂവ്സ് ടു P റീജിയൻ. N റീജിയനിലുള്ള ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യുന്നു? P റീജിയനിലേക്ക് പോവുകയും ഹോൾസ് ഫ്രം P റീജിയൻ മൂവ്സ് ടു N റീജിയൻ. P റീജിയനിലുള്ള ഹോൾസ് N റീജിയനിലോട്ട് പോവുകയും ചെയ്യുന്നു. സോ എന്ത് സംഭവിക്കുക അവിടെ? റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ റിസൾട്ട്സ് ഇൻ റിലീസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അപ്പം ഈ റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ഡിപ്ലീഷൻ ലെയറിൽ നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. ഇതാണ് LEDയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മോളർ സൈസ് ആയിരിക്കും, ലോ കോസ്റ്റ് ആണ്, ലോങ് ലൈഫ് ടൈം ആണ്, പല കളറിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും, ഓപ്പറേറ്റ് അറ്റ് വെരി ലോ വോൾട്ടേജ് ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, റെസ്പോൺസ് ടൈം ഈസ് വെരി ഫാസ്റ്റ്, ഇൻറ്റൻസിറ്റി ക്യാൻ ബി കൺട്രോൾ ഈസിലി. ഇനി അഡ്വാൻറ്റേജിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഇൻറ്റൻസിറ്റി ഈസ് ലെസ് ദാൻ എ ലേസർ. ലേസറിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ കൂട്ടൊന്നും നമുക്കിവിടെ ഇൻറ്റൻസിറ്റി കിട്ടത്തില്ല. ലൈറ്റ് കനോട്ട് ട്രാവൽ ത്രൂ ലോങ്ങർ ഡിസ്റ്റൻസ്. നമ്മൾ ഒരു LED കത്തിച്ച് നോക്കിയാൽ അറിയാം നമുക്ക് എത്രമാത്രം അതിൻ്റെ ലൈറ്റ് കിട്ടുമെന്നുള്ളത്. നോ ഡയറക്ഷനാലിറ്റി വിച്ച് ഈസ് ഇൻകോഹറൻറ്റ് ആൻഡ് നോട്ട് ഇൻ ഫേസ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസറുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡിക്കേറ്റർ ലാംപ്സ്. നമുക്ക് ചില ഇൻഡിക്കേറ്റർ ലാംപ്സുകളൊക്കെ ഉണ്ട്, remote controls, traffic signals, optical communications, and which is used in smartphones and computer displays, headlight in motor vehicles. ഇതൊക്കെ എന്താണ്? LED ആണ്. ഇപ്പം നമ്മളിപ്പം കാണുന്ന എല്ലാം തന്നെ LED കൊണ്ടുള്ള പിന്നെ ലൈറ്റ്സും ഒക്കെയാണ്. ഇനി ഈ LEDക്ക് എങ്ങനെയാണ് ഈ കളർ വരുന്നത്? ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് കളേഴ്സാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇവിടെ കളേഴ്സിൻ്റെ
വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കിട്ടുന്നത്. ബ്ലൂ ഉണ്ട്, ഗ്രീൻ, ഓറഞ്ച്, ഇങ്ങനെയുള്ള കളേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്ത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. അപ്പോൾ ഇവിടെ ഒരു ഡോപ്പിംഗ് നടക്കുന്നുണ്ടെന്നോ ആലോചിക്കാം. ഇന്ത്യം ഗാലിയം നൈട്രൈഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വയലറ്റ്, ബ്ലൂ, ഗ്രീൻ. വയലറ്റും ബ്ലൂവും ഗ്രീനും യൂസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യം ഗാലിയം നൈട്രൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അലൂമിനിയം ഗാലിയം ഇന്ത്യം ഫോസ്ഫേറ്റ് ഫോർ ഗ്രീൻ, ഓറഞ്ച് ആൻഡ് റെഡ് ലൈറ്റ്സ്. ഇത്രയും ലൈറ്റ്സ് കളറ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അലൂമിനിയം ഗാലിയം ഇന്ത്യം ഫോസ്ഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്തതാണ് സോളാർ സെല്ലും അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സും. അപ്പോൾ അത് നമുക്ക് അന്നേരം നമ്മൾ തിയറി ആയിട്ട് കുറച്ച് പഠിച്ചിട്ടാണ് എക്സ്പെരിമെൻ്റ് ചെയ്തത്. അപ്പോൾ ഒരു സോളാർ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസസ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം സോളാർ ലൈറ്റ്. സൺ ലൈറ്റിൽ നിന്നും എനർജി എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ലൈറ്റ് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു സോളാർ സെല്ലെന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിങ്ങിനകത്ത് സെലീനിയം ആൻഡ് ഗാലിയം ആഴ്സനൈഡ് ആർ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെറ്റീരിയൽസ് ഫോർ സോളാർ സെൽ. ഈ രണ്ട് മെറ്റീരിയൽസാണ്, സെലീനിയവും ഗാലിയം ആഴ്സനൈഡുമാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. which is a process of emitting an EMF as a result of absorption of light. Photovoltaic effect എന്ന് പറയുന്നത് എന്താണ്? എമിറ്റിംഗ് ആൻ EMF ആസ് എ റിസൾട്ട് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. ഇനി ഒരു PN ജംഗ്ഷനകത്ത് ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഫ്രീ ഇലക്ട്രോൺസ് N റീജിയനിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഫ്ലോ ടു P റീജിയൻ ആൻഡ് ഹോൾസ് ഫ്രം P ടു N റീജിയൻ. ഈ ഡിഫ്യൂഷൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്നിൽ നിന്നും പിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഒരു എന്നിൽ നിന്നും പിയിലേക്ക് ഒരു ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിനെ ഫ്ലോ ചെയ്യിക്കുന്നു. ആര്? ഈ ഡിഫ്യൂഷൻ. ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് മെയ്ഡ് വിത്ത് ദ ടു സെമി കണ്ടക്ടേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ദിസ് റെസിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ എന്ത് തരുന്നുണ്ട്? ഒരു ഇലക്ട്രിക് കറണ്ട് നമുക്ക് തരുന്നുണ്ട്. സോ ദസ് സോളാർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇങ്ങനെയാണ് സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പിക്കാണിത്. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ കറണ്ടും വോൾട്ടേജും വെച്ചിട്ടാണ് വരച്ചത്. ദെൻ most of the solar cells parameters can be obtained from this IV measurements. When external resistance is high, condition is called open circuit. When it is short circuit, internal voltage will be 0 and maximum current is delivered by the solar cell. ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ദി സോളാർ സെൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മളെപ്പോഴും കാണുന്നതാണ് ആപ്ലിക്കേഷൻസ്. ദ സോളാർ സെൽ പ്രൊവൈഡ്സ് പവർ ഫോർ സാറ്റലൈറ്റ്, സ്പേസ് ക്രാഫ്റ്റ് എക്സെട്ര. കാൽക്കുലേറ്റേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, റിസ്റ്റ് വാച്ചിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സ്ട്രീറ്റ് ലൈറ്റ്സ്, ട്രാഫിക് ലൈറ്റ്സുകളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? ഈ സോളാർ സെൽസിലാണ്. ഇലക്ട്രിക് പവർ ഫോർ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോളാർ സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ കാര്യമാണ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസസ് വിച്ച് കൺവേർട്സ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്ന ഡിവൈസസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. വൈഡ്ലി യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിച്ച് ഈസ് ഹൈ സെൻസിറ്റീവ്, റിലയബിൾ, വൈഡ് ബാൻഡ്വിഡ്ത്ത്, ലോ നോയിസ്, ലോ കോസ്റ്റ്. ഇതൊക്കെയാണ് ഫോട്ടോ ഡിറ്റക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി 3 ടൈപ്സ് ഓഫ് ഡിവൈസസ് ആണ് നമുക്കുള്ളത്. ഫോട്ടോ എമിസീവ്, ഫോട്ടോ കണ്ടക്റ്റീവ് ആൻഡ് ഫോട്ടോ വോൾട്ടേക്. നമ്മളിവിടെ ഫോട്ടോ വോൾട്ടേക് ആണ് എടുക്കുന്നത്. ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് നമ്മൾ സോളാർ സെല്ലിൻ്റെ കേസിലും പറഞ്ഞിരുന്നു. ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ആൻ EMF അക്രോസ് ദ ജംഗ്ഷൻ ഓഫ് 2 semiconductors by the incidence of visible light or other electromagnetic radiations. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസോ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്സോ ഒരു ജംഗ്ഷനിൽ വന്ന് വീഴുമ്പോൾ അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 2 ഫോട്ടോ വോൾട്ടേക് ഡിവൈസസ് ആണ്. ജംഗ്ഷൻ ഫോട്ടോ ഡയോഡും പിൻ ഫോട്ടോ
ഡയോഡും. അതിൽ നമ്മൾ ഫസ്റ്റ് ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ്, അതിൻ്റെ ഡയഗ്രമാണിത്. ഒരു പി എൻ ജംഗ്ഷൻ ആണ് അവിടെ കാണിക്കുന്നത്. വിച്ച് വർക്ക്സ് അണ്ടർ റിവേഴ്സ് ബയാസിങ്. റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി ബാരിയേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എൻ റീജിയൻ ഇൻക്രീസസ്. ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഫ്രീ ഹോൾസ് കനോട്ട് ക്രോസ് ദ ബാരിയർ ആൻഡ് നോ കറണ്ട് ഫ്ലോസ്. ഫ്രീ ഇലക്ട്രോൺസും ഫ്രീ ഹോൾസും ഇവിടെ ബാരിയറിൽ ഫ്ലോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നില്ല. സോ നോ കറണ്ട് വിൽ ഫ്ലോസ്. Photons incident on the junction produces large number of electron hole pairs. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജംഗ്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു? ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് പി റീജിയൻ ആൻഡ് ഹോൾസ് ടുവാർഡ്സ് എൻ റീജിയൻ. ഇലക്ട്രോൺസ് എല്ലാം എവിടോട്ട് പോകും? പി റീജിയനിലോട്ടും പോകുന്നു. പിന്നെ ഹോൾസ് എല്ലാം കൂടെ എൻ റീജിയനിലോട്ടും പോകുന്നു. അങ്ങനെ അവിടെ ഒരു കറണ്ട് എക്സ്റ്റേണൽ കണ്ടക്ടറിനകത്തൂടെ പാസ് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. വന്ന് വീഴുന്ന ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. നെക്സ്റ്റ് പഠിക്കാനുള്ളത് പിൻ ഫോട്ടോ ഡയോഡാണ്. ഒരു പിൻ ഫോട്ടോ ഡയോഡിനകത്താണെങ്കിൽ ഒരു തിക്കായിട്ടുള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടിങ് ലെയറിനെ പി റീജിയനും എൻ റീജിയനും ഇടയ്ക്ക് നമ്മൾ സാൻഡ്വിച്ച് ചെയ്ത് വെക്കും. റിവേഴ്സ് ബയാസ് കൊടുക്കുന്ന സമയത്ത് ഈ ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസ് ചെയ്യുകയും അല്ലെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുകയും ഒരു റിവേഴ്സ് വോൾട്ടേജിൽ എന്ത് ചെയ്യുന്നു? ഡിപ്ലീഷൻ റീജിയൻ കവർ ദ എൻറ്റയർ ഇൻട്രിൻസിക് റീജിയൻ. ആ എൻറ്റയർ ഇൻട്രിൻസിക് റീജിയൻ ഈ ഡിപ്ലീഷൻ റീജിയനകത്തായിട്ട് കവർ ചെയ്യുന്നു. സോ ലൈറ്റ് അബ്സോർബിംഗ് ഏരിയ ഓഫ് പിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫോട്ടോ ഡയോഡ്. ലൈറ്റ് അബ്സോർബിംഗ് ഏരിയ എന്തുകൊണ്ടാണ്? അവിടെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് അത്രയും ഏരിയയും കൂടെ ഇൻട്രിൻസിക് അങ്ങ് കവർ ചെയ്യുകയാണ്. അപ്പം ഏരിയ കൂടുന്നു. ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ ലൈറ്റ് അവിടെ വന്ന് വീഴുന്നു. ഇഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഡിപ്ലീഷൻ റീജിയൻ, ഫ്രീ ഇലക്ട്രോൺസ് ഹോൾസ് പെയേഴ്സ് ആർ ക്രിയേറ്റഡ്. ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഡിപ്ലീഷൻ റീജിയൻ, ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് പെയേഴ്സ് ആർ ക്രിയേറ്റഡ്. ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ലൈറ്റ് ഡിപ്ലീഷൻ റീജിയനിൽ വന്ന് വീഴുമ്പോൾ. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് കറണ്ട് കോൾഡ് ഫോട്ടോ കറണ്ട്. അവിടെ പിന്നെ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യുന്ന കറണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫോട്ടോണിക്സ് എന്ന് പറയുന്നത്.